മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു പ്രത്യേകമായിട്ട് നമുക്കൊരു പഠിക്കാനുള്ള ഒരു പാഠത്തിലെ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കളിക്കിടയിൽ എന്ന് പറയുന്നത് ഒരു ഓർമ്മക്കുറിപ്പിന്റെ ഭാഗമാണ്. ആരുടെ ഓർമ്മക്കുറിപ്പിന്റെ ഭാഗമാണ് എന്നറിയാമോ? KPSC ലളിത, മലയാളത്തിന്റെ പ്രിയ അഭിനേത്രിയാണ്. അവരുടെ ഒരു ഓർമ്മക്കുറിപ്പ്. നാടകം കളിക്കുന്നതിനിടയിലേക്ക് സ്റ്റേജിലേക്ക് ഒരു പട്ടി കയറി വരുമ്പോഴുണ്ടായ രസകരമായ ഒരു അനുഭവമാണ് ഇവരിവിടെ പങ്കുവെക്കുന്നത്. എന്തുതന്നെയായാലും നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് നമ്മുടെ സൈലത്തില് 6ാം ക്ലാസ്സിലെ വജ്ര എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. 4, 5, 6, 7 എല്ലാം ഉണ്ടല്ലേ, വലിയ ക്ലാസ്സിലൊക്കെ ഉണ്ട്. ഇപ്പോ 6ാം ക്ലാസ്സിലെ വജ്ര ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുള്ള ഒരു അടിപൊളി ബാച്ചാണ്. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കരിക്കുലം അല്ലെങ്കിൽ ഒരു പഠന രീതി നമ്മുടെ വജ്ര ബാച്ചിലുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഇതുവരെ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഈ ഒരു നമ്പറിൽ 9995400800 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യുക. ഈ നമ്പർ താഴെ കൂടെ പോകുന്നുണ്ട്, അല്ലാതെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. കോൾ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാട്ടോ. നിമ്പിൾ പറഞ്ഞു, നാടകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു നാടക കളിക്കിടയിലുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചാണ് KPSC ലളിത ചേച്ചി ഇവിടെ പറയുന്നത്. അപ്പൊ KPSC എന്ന് പറഞ്ഞാല് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബാണ്. ഒരു പ്രൊഫഷണൽ നാടക സംഘമാണ് KPSC എന്ന് പറയുന്നത്. അപ്പൊ KPSC നാടക സംഘത്തിലെ ഒരു നടിയായിരുന്നു ആര്? നമ്മുടെ ലളിത, KPSC ലളിത ചേച്ചി. അപ്പോ അവരുടെ യഥാർത്ഥ പേര് മഹേശ്വരി എന്നാണ്. സിനിമയിലേക്കൊക്കെ വന്നപ്പോൾ ആ പേര് മാറ്റി ലളിത എന്നാക്കിയതാണ് കേട്ടോ. നാടകത്തിൽ വന്നപ്പോൾ ലളിത എന്നാക്കി. അപ്പോൾ KPSCയിലൊക്കെ ജോലി ചെയ്ത അല്ലെങ്കിൽ അതിന് കൂടെ നിന്ന ഒരു കലാകാരി എന്നുള്ള നിലയിൽ സിനിമയിലേക്ക് വന്നപ്പോൾ അത് KPSC എന്നാക്കി കേട്ടോ. അപ്പൊ KPSC എന്ന് പറഞ്ഞാല് കേരളത്തിലെ ഒരു പ്രൊഫഷണൽ നാടക സംഘമാണ് എന്ന് നമ്മൾ അറിയാം. ഇതിപ്പോ നമ്മൾ കേട്ടിട്ടുണ്ടാവും KPSCയുടെ നാടക ഗാനങ്ങളൊക്കെ. ഏതൊക്കെ പാട്ടുകളായിരുന്നു? ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ എന്തായിരുന്നു? ചക്കര പന്തലിൽ തേൻ മഴ ചൊരിയും അല്ലെ, മനോഹരമായ നാടക ഗാനങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പഠിക്കുന്നത് KPSC ലളിത. മുഖം കണ്ടപ്പോൾ മനസ്സിലായില്ലേ ആരാണെന്ന്? നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച ഓരോ കഥാപാത്രങ്ങൾക്കും വളരെയധികം ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് അഭിനയിച്ച ഒരു അഭിനേത്രിയാണ് KPSC ലളിത അല്ലെ. അപ്പോൾ അവരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ KPSC എന്ന പേരിൽ അറിയപ്പെട്ട മഹേശ്വരി അമ്മ, അവരുടെ യഥാർത്ഥ പേര് മഹേശ്വരി എന്നാണ്. അത് പിന്നെ സിനിമയിലേക്ക് വന്നപ്പോൾ KPSC ലളിതയായി. KPSC എന്ന് വരാൻ കാരണം KPSC എന്ന് പറയുന്ന ഒരു നാടക സംഘടനയിൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാടക സംഘമാണ്, ഒരു പ്രൊഫഷണൽ നാടക സംഘം. അതിലുള്ള അഭിനേത്രി കൂടിയായിരുന്നു ഇവര്. അപ്പോൾ 1947 ജനിച്ചത്. 2022 അവർ മരണപ്പെട്ടു കേട്ടോ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായിരുന്നു KPSC ലളിത. കേരളത്തിലെ കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാടക കൂട്ടായ്മയായിരുന്നു കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന KPSC. ആകെ ഒരു ക്ലബിലൂടെയാണ് ഇവര് തന്റെ നാടക ജീവിതം ആരംഭിച്ചത്. പിന്നീട് സിനിമയിലേക്കൊക്കെ വന്നപ്പോൾ 550-ലേറെ സിനിമകളിൽ അവര് അഭിനയിച്ചു. അവസാനം അഭിനയിച്ച സിനിമയെല്ലാം നമ്മള് സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ കാണാറുണ്ടായിരുന്നു. തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനൽ അല്ലേ, ഷോയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മഴവിൽ മനോരമയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അതൊരു സീരിയലിനപ്പുറം വേറെ ഒരു ടെലി സീരിയൽ എന്നാണെന്നോ അതിന് പറയാം. ഓരോ എപ്പിസോഡ് ഓരോ ദിവസം, അങ്ങനെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കില്ല, ഒരു ദിവസം അതങ്ങ് കംപ്ലീറ്റ് ആവും അല്ലേ. പിന്നെ അവർക്ക് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് ലഭിച്ചിട്ടുള്ളത്? കേരള സംസ്ഥാനത്തിന്റെ അവാർഡുകൾ 4 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 2009 ഫിലിം ഫെയർ അവാർഡില് സൗത്ത് ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡൊക്കെ നൽകി ആദരിച്ചിട്ടുണ്ട്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഒക്കെ നൽകി ആദരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര മികച്ചൊരു കലാകാരിയാണ് അല്ലേ. പിന്നീട് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിട്ടൊക്കെ നമ്മുടെ KPSC ലളിത ചേച്ചി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ.
ഗീതയുടെ ബാലി എന്ന നാടകത്തിലായിരുന്നു അവർ ആദ്യമായി അരങ്ങിൽ അഭിനയിച്ചത്. ഗീതയുടെ ബാലി ട്ടോ. പിന്നീട് കേരളത്തിലെ ഒരു പ്രമുഖ ഇടതുപക്ഷ നാടക സംഘമായിരുന്ന കേരള പീപ്പിൾസ് ക്ലബില് ചേർന്നതാണ് ഇവര്. ലളിത എന്ന സ്റ്റേജ് നാമം അവർക്ക് ലഭിച്ചത് സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്ന് ടീച്ചർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് KPSC ലളിത ചേച്ചിയെ പറ്റി പറയാനുള്ളത്. അവരുടെ ഒരു ഓർമ്മക്കുറിപ്പാണ് കളിക്കിടയിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ.